ഗുഡ് ഈവനിങ്. എൻ്റെ പേര് പരിചയപ്പെടുത്തി സജിത് നമ്പ്യാർ. സ്വദേശം ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 11 കിലോമീറ്റർ പറമ്പിൽ ബസാർ എന്ന് പറയും. പക്ഷെ കഴിഞ്ഞ 10-24 വർഷമായിട്ട് എറണാകുളത്തായിരുന്നു താമസം. ജോലി സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട് ചേക്കേറിയതാണ് എറണാകുളത്തേക്ക്. സെയിൽസിലായിരുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. നമുക്കറിയാം, സെയിൽസിനെ പറ്റി ഇന്ന് വളരെ വിശദമായിട്ട് ഇവിടെ എല്ലാവരും സംസാരിച്ചു. ഞാൻ സെയിൽസിന്റെ എല്ലാ മേഖലയും കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. സാധാ ഡെലിവറി ബോയ് തൊട്ടിട്ട് ഒരു കമ്പനിയുടെ MNC കമ്പനിയുടെ മാനേജർ വരെ ആയ സമയത്താണ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ആശയം ഇന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഗോപൻ സാർ പറഞ്ഞു തന്നു. ബിസിനസ്സിലെ ഒരു ബിസിനസ്സുകാരന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. അന്ന് ബിസിനസ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടൂ എന്നുള്ള രൂപത്തിൽ, ചെറിയ രൂപത്തിൽ എറണാകുളത്ത് പോയിട്ട് ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. അത് പയ്യെ പയ്യെ വളർന്ന് 10-30 കമ്പനികളുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി. ഇൻവെസ്റ്റ്മെന്റ്, നമുക്കറിയാം, ഇന്ന് കാശിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാശ് കടമെടുത്തുകൊണ്ട് 5.5 കോടി രൂപ മുതല് വലിയൊരു ബിസിനസ് നടത്തുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ട ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി എനിക്ക് അനുവാദം തന്ന ദൈവത്തിനും, അതേപോലെ ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന അർജുൻ കെ വസന്തിനും നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. കൈയടിക്കുകയാണ്, നന്നായിട്ട് അടിച്ചോളൂ, അല്ലെങ്കിൽ ഒരു അപമാനിക്കലായി പോകില്ലേ. ഓക്കെ, താങ്ക് യു. കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാം, നമ്മൾ കുറച്ച് സമയമാണെങ്കിലും നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ഹാളിൽ വന്നിട്ടുള്ളത്, അല്ലേ? യെസ്. അപ്പൊ എല്ലാവരും ഒന്ന് ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക. വേറെ ഒന്നുമല്ല, കുറച്ച് സമയം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇവിടെ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്തോ ഒരു ബന്ധുവോ ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിട്ടുണ്ടാവുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, 98-ലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കമ്പനിയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ബന്ധു എന്നോട് പറഞ്ഞു, ഇനി ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 1998-ലാണ് ഞാൻ എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു കമ്പനിയുടെ പ്രോഗ്രാം. ഭയങ്കര സംഭവമാണ്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു ആളെ കൊടുക്കുന്ന ബിസിനസ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇങ്ങനത്തെ പരിപാടിയെ കുറിച്ച് കേട്ടാൽ തന്നെ എനിക്ക് അപ്പം മനസ്സിലാവും ഇത് തട്ടിപ്പാണെന്നുള്ളത് കൊണ്ട് ഈ മേഖലയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് ഞാൻ ട്രഡീഷണൽ മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള മേഖലയെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ കണ്ടിട്ടുള്ളത് എന്താ പറയുക, ഗുണനിലവാരമില്ലാത്ത പ്രൊഡക്റ്റുകൾ കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. പക്ഷെ 2015-ലാണ് എനിക്ക് ഈ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിന് 2008 ക്യാൻസർ വരുന്നു. ബ്ലഡിനകത്താണ്. പുള്ളി മിലിറ്ററിക്കാരനായിരുന്നു, അത് കഴിഞ്ഞ് ഫയർഫോഴ്സിലായിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയതുകൊണ്ട് റിട്ടയർ ചെയ്തതിന്റെ പിറ്റേന്ന് എരഞ്ഞിപ്പാലത്ത് രാജേശ്വരി എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് സ്വന്തമായിട്ട്. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് 66-ാമത്തെ വയസ്സിൽ പനി വരുന്നു. രാവിലെ പനിക്കും, രാത്രി പനിക്കും. നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടായി പനി കാണാനുണ്ടാവില്ല. അങ്ങനെ ഇക്ക ഹോസ്പിറ്റലാണ് കണ്ടുപിടിച്ചത്. പുള്ളിക്ക് ബ്ലഡിനകത്ത് കൗണ്ട് കുറയുന്ന രോഗമാണ്. നേരെ തിരുവനന്തപുരത്തേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി. നമ്മളവിടെ തിരുവനന്തപുരം പോയി RCCയിൽ അഡ്മിറ്റ് ആയി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ 8 വർഷം കടന്നുപോയി. 8 വർഷം കടന്നുപോയ സമയത്ത് ഫാദർ അറിഞ്ഞ ഉടനെ തന്നെ ഡൗൺ ആയിപ്പോയി. നമ്മൾ ഫാദറിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അപ്പാക്കി കൊണ്ടുവന്നു. 8-ാമത്തെ വർഷം ഫാദറിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയി, നടക്കാൻ പറ്റാതെയായി, ഫുഡ് കഴിക്കാൻ പറ്റാതെയായി ഒക്കെ ആയ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ഒന്നും ചെയ്യാനില്ല. കാരണം മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ അപ്പനെയും അമ്മേനെയും നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. വേറെ വല്ലതും ആണെങ്കിൽ മാറ്റി വാങ്ങാം. അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകളോട് അന്വേഷിച്ചു, ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരോട് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ബ്ലഡിനകത്ത് ഉള്ള സൂക്കേടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നതും ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ കോയമ്പത്തൂർ പോകുന്നതും ഇത് ഞാൻ മനസ്സിലാക്കി എൻ്റെ ഫാദറിന് മേടിച്ചു കൊടുക്കുന്നതും. എൻ്റെ ഫാദർ അതിനുശേഷം 5 വർഷം വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മയുണ്ട്. പലർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവാം, ചിലരൊക്കെ അച്ഛനും അമ്മയും മരിച്ചിട്ടുണ്ടാവാം.
സാധാരണ അച്ഛനും അമ്മയൊക്കെ മരിച്ചാൽ നമ്മൾ അവരെ എപ്പോഴാണ് ഓർക്കുക? നമ്മൾ വർഷത്തിൽ അവരുടെ ഒരു ഡേറ്റ് വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഓർക്കുക, അല്ലേ? പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, എൻ്റെ ഫാദർ മരിച്ചിട്ട് 2 വർഷമായിട്ടുണ്ടെങ്കിലും ദിവസത്തിൽ ഒരു 10-15 പ്രാവശ്യം എൻ്റെ ഫാദറിനെ പറ്റി പറയാത്തതായിട്ടില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ നിന്ന് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാനൊക്കെ ഈ കമ്പനിയിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്കറിയാം, രാമോഹൻ സാറിന് നിങ്ങളൊക്കെ കാണാറുണ്ട്. രാമോഹൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് പറഞ്ഞാല്, രാമോഹൻ സാറൊക്കെ ആദ്യം ഈ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് നിർബന്ധമായിട്ട് എന്നെ വിളിക്കും. അതായത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാർ എന്തായാലും വരണം എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, അന്ന് റിസൾട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിന്ന് വലിയ റിസൾട്ടുകൾ പറഞ്ഞു. AC സ്വല്പം കൂടുതലാണെന്ന് തോന്നുന്നു, കാരണം അതിന്റെ ഒരു എഫക്റ്റ് ആണ്. ഓക്കെ, എന്തായാലും രാമോഹൻ സാറൊക്കെ അന്ന് എന്നെ എന്തായാലും വിളിക്കും. കാരണം എന്താണ്, എന്റെ അച്ഛന്റെ റിസൾട്ട് വെച്ചിട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഐപ്പിൾസ് ഒക്കെ അന്ന് വിറ്റിരുന്നത് നോർത്തിലേക്കൊക്കെ. ഓക്കെ, കാരണം അതിനുശേഷം ഇന്നും എനിക്ക് ഇഷ്ടംമാതിരി കോളുകൾ വരാറുണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച്. എനിക്ക് നിങ്ങളോട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇന്ന് നിങ്ങൾ നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്ലാൻ കേട്ടു, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു. സാറിനെ പോലെയുള്ള ഏറ്റവും നല്ല റിസൾട്ടുകൾ നമ്മൾ നേരിട്ട് കണ്ടു. ഈ റിസൾട്ടുകൾക്കെല്ലാം പിന്നിൽ ഇന്ന് നമ്മുടെ കമ്പനി അത്ര കണ്ട് നല്ല രീതിയിലുള്ള എന്താ പറയാ, ആയുഷ് മന്ത്രാലയയുടെ സർട്ടിഫിക്കേഷനോട് കൂടി പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കണ്ണടച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് സിനർജി ഫോർമുലയെ പറ്റി നമ്മൾ അറിഞ്ഞു. നമ്മൾ 1+1+1 3 എന്നൊക്കെ പറയുന്നത് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഗോപൻ സാഗർ സാർ അത് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ഇനി എന്താണ് നമുക്ക് ഇവിടെ വേണ്ടത്? ഇത് നമ്മൾക്ക് കിട്ടിയ സാധനം നമുക്കിത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ആണോ? നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് പലരുടെ മനസ്സിലും, കാരണം ചിലരൊക്കെ പറയാറുണ്ട്, സാറേ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോ കിട്ടുന്ന എനർജി, ഇറങ്ങി ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞാൽ പോയി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഓരോരുത്തരുടെ പ്രസന്റേഷൻ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്. ഞാൻ നിങ്ങളോട് പറയണു, 30 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങളോട് പറയണു, ഇതേപോലൊരു കമ്പനി എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. കാരണം ഇത് പറയുമ്പോൾ ഞാനൊരു 77 തവണ ഇന്റർനാഷണൽ ട്രിപ്പ് പോയ ആളാണ്, ഇൻഡസ്ട്രിയലല്ല. ഞാനൊരു MNC കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഓരോ മാസത്തിലും ഓരോ രാജ്യങ്ങളിലായിരുന്നു എൻ്റെ കമ്പനിയുടെ മീറ്റിംഗ്. ആ സമയത്ത് ഞാൻ എത്രയോ തവണ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പല അച്ചീവ്മെന്റുകളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഇൻഡസ്ട്രിയൽ പോലെ എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഇല്ല. അടിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചടിക്കും, അപ്പോഴല്ല അങ്ങനെ ഉഷാറുള്ളൂ. കാരണം എന്താ അറിയോ, ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇവിടെ ഇരുന്ന് കൈയടിക്കുമ്പോൾ ഇന്ന് 2000 ആളുകൾ ബാംഗ്ലൂരിൽ ഏറ്റവും നല്ലൊരു ഹോട്ടലിൽ നിന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും എങ്ങനെയാണ്, നമ്മൾ ഇന്ന് കയറി വന്ന മാതിരി ഇവിടെ ഇരുന്ന് പലരുടെ അനുഭവങ്ങളും കേട്ട് ആ അനുഭവങ്ങളിലൂടെയൊക്കെ അവർ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് അവരവിടെ പോയിരിക്കുന്നത്. അതും എങ്ങനെയാണ്, വിത്ത് ഫാമിലി. ഇന്ന് ഗോപൻ സാർ പറഞ്ഞൊരു കോട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഭാര്യയ്ക്ക് 50,000 രൂപ എല്ലാ മാസവും മേടിച്ചു കൊടുത്താൽ എന്താണ് സാർ പറഞ്ഞത്, അടുത്ത ജന്മം. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇവിടെ ഇരിക്കുന്നോണ്ട് പറയാം, ഇത്രയും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു കമ്പനി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ല. കാരണം സ്ത്രീകൾക്ക്, എന്റെ വൈഫ് ഇപ്പൊ സാധാരണ ഇപ്പം ലേഡീസിനൊക്കെ നമുക്കറിയാം, എന്റെ വൈഫ് പക്കാ ഒരു ഗ്രാമത്തിലാണ്, ഇവിടെ ചേളന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ അവിടുന്നാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ച സമയത്ത് ഇപ്പൊ എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം എന്താണ്, കല്യാണങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഭർത്താവ് പോകണം, അവരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പോകണം, ഇങ്ങനെയുള്ള കുറെ പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സെയിൽസിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ അവരുടെ കല്യാണങ്ങൾക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല. അന്ന് എന്റെ ഭാര്യ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ ജോലിയുള്ളൂ എന്നുള്ള, ബാക്കിയുള്ള ആൾക്കാരും പോകുന്നില്ലേ? കഷ്ടകാലത്തിന് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് 5 പേര് ഒരുമിച്ച് അവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 പേരും ഇലയിട്ടാൽ അവിടെ എത്തുന്ന ഭർത്താക്കന്മാരായിരുന്നു 4 പേരും. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പാര. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ മാത്രം പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ജോലി ഉള്ളൂ എന്ന് ചോദിച്ച ഭാര്യ കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ അമ്മായിച്ചൻ വളരെ സീരിയസ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്.
സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, 15 മിനിറ്റ് മുമ്പ് വൈഫ് വിളിച്ചിരുന്നല്ലോ, വൈഫ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ അവളെ വിളിച്ചു, എനിക്ക് അച്ഛനെന്താ പ്രശ്നമുണ്ടോ? ചെയ്തത് ജോലിയാണ്, ഇപ്പം ഞാൻ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. അതിന് ഇപ്പോഴും അവനോട് പറഞ്ഞാൽ അവൻ വരുമോ? അയാൾ ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്, അയാൾ ഏതോ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇനി പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുക അല്ലേ. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അഭിലാഷ് പറഞ്ഞു. കാരണം കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് എനിക്കും അഭിമാന പുരസ്സരം പറയാൻ പറ്റും. 2020 ജനുവരി 20 എനിക്കൊരു കോള് വരുന്നു. ഇവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ട്, എരഞ്ഞിപ്പാലത്താണ്. അവിടെ ഒരു ലേഡിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കാണാൻ വരാൻ വേണ്ടിയിട്ട് അവരുടെ മകൻ എന്നെ വിളിക്കുന്നു. അതെങ്ങനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ ഒരു ഹായ് ബന്ധാണ്. ഞാനൊരു ഹായ് ഇട്ടു, തിരിച്ചൊരാൾ ഹായ് ഇട്ടു. അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയിൽ കൂടി പരിചയപ്പെട്ട ഒരാളുടെ അമ്മ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. പോയി കണ്ടപ്പോഴെന്താണ്, മലദ്വാരത്തിനകത്ത് 2.5 കിലോ മുഴയാണ്. ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ട് അവർക്ക്. 535 ഷുഗറും ഉണ്ട്. അപ്പൊ ഞാൻ പോയി കണ്ടു. അപ്പൊ മകന് അവിടെ കുറെ പേര്, അവരുടെ ബന്ധുക്കളൊക്കെ, ഒരു 5.5 മണിക്കൂർ നീണ്ട ഓപ്പറേഷനാണ്. മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, ബേബിയിലെ 2 ഡോക്ടർമാര്, കോപ്പറേറ്റീവിലെ ഡോക്ടറെല്ലാം കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബന്ധുക്കളെ പോയി കാണാൻ ഇടയായ സമയത്ത് മകൻ നേരെ എന്നെ പരിചയപ്പെടുത്തിയത് ബന്ധുക്കൾക്ക്, ഇയാൾ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ച ആളാണ്. തീർന്നില്ലേ? കാരണം എന്താണ്, അവിടെ രാവിലെ തൊട്ട് ബോറടിച്ചിരിക്കുകയാണ് ബന്ധുക്കൾക്കൊന്നും പ്രശ്നമില്ല, ഡോക്ടർമാരാണ് ഓപ്പറേറ്റ് ചെയ്യണത്. ഇവരെല്ലാം കൂടി അങ്ങോട്ട് ഉണർന്നിട്ട് എന്നെ ഇങ്ങോട്ട് നന്നായിട്ട് ക്രുദ്ധനായിട്ട് നോക്കിയിട്ട് ചോദിച്ചു, ഞങ്ങൾ 14 ലക്ഷം കെട്ടി വെച്ചിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യണം, നിങ്ങളാണോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകൻ വിളിച്ചു, ഞാൻ വന്നു. ഈ അമ്മയെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ അവകാശപ്പെട്ടത് 60 ദിവസമേ അവർ ജീവിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ എന്താണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ എന്നോട് എന്ത് പറഞ്ഞത്, നിങ്ങളാണോ വലിയ ആളെന്നൊക്കെ ചോദിച്ചെങ്കിലും അവരെന്നെ ഇറക്കി വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന്. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ ഈ ഓപ്പറേറ്റ് ചെയ്തതെല്ലാം പഴുത്തതിന് ശേഷം അവരുടെ മകൾ ഒരിക്കൽ കൂടി എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു, സാറേ വല്ല സാധ്യതയുണ്ടോ? ഞാൻ അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഇത് അമ്മ 60 ദിവസം ജീവിക്കുന്നു പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞ് ഇനി 50 ദിവസമേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് അമ്മ മരിച്ചാൽ പോലും നല്ലൊരു പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നത്? നിങ്ങളെ പ്രസവിച്ച അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ച സമയത്ത് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി. ഞാൻ നിങ്ങളോട് വളരെ ഇതോടുകൂടി പറയാം, ഇന്നും ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഗൂഗിളിൽ സജിത് നമ്പ്യാർ PK എന്ന് ഗൂഗിൾ ചെയ്താൽ ഈ പറഞ്ഞ അമ്മ പറയുന്ന വീഡിയോ വരെ നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. കാരണം എന്താണെന്ന്, ആ ഒരൊറ്റ റിസൾട്ട് കൊണ്ട് കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് മലപ്പുറത്ത് ഞാൻ 1,10,00,000 രൂപയുടെ റീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു കമ്പനി. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ അതിനുശേഷം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഒറ്റ കാര്യം, ഈ പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നിടത്താണ് ബാക്കിയുള്ള കാര്യം. ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസിലാണ് ബാക്കിയുള്ള കാര്യം. ഇപ്പൊ പറഞ്ഞു, സ്റ്റോക്ക് വന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു, അമ്മ പ്രൊഡക്റ്റ് കൊടുത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു. കാരണം ഈ പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും അതിശക്തമായിട്ട് കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എന്താണ്, ഇവിടെ ഒരാൾക്ക് കിട്ടുമെങ്കിൽ ബാക്കി എല്ലാവർക്കും കിട്ടും. സാധാരണ നമുക്കറിയാം, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, അവിടെ ഒരു CEO ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? ഏതൊരു പൊസിഷൻ ആണെങ്കിലും 1-2 വ്യക്തികൾക്കേ കിട്ടുള്ളൂ. ഇവിടെയാണെങ്കിലോ, ഇവിടെ ഏതൊരു വ്യക്തിക്കും നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ, നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ, നിങ്ങൾ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറുണ്ടോ, ആ ചെയ്യുന്ന എല്ലാവർക്കും എന്ത് കിട്ടും? ഒരുമിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണ് ദൈവം നമ്മളെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്ലാനും അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടു. അത് നമ്മൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത ഗോപൻ സാഗർ സാറിന് നമുക്ക് നല്ലൊരു എന്താ പറയാ കയ്യടി കൊടുക്കാം. കാരണം ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്ലാൻ എടുത്തിട്ടുള്ളത്. ആ സാറിന് എനിക്ക് 2016 ആദ്യമായിട്ട് പരിചയം. ഞാൻ ആദ്യമായിട്ട് ആ സാറിന് കൈ കൊടുത്തു. അന്ന് ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വലിയ ഇതൊന്നുമില്ല. സാറിന് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിച്ചാടി നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു വേർഡ് ഇന്നും എൻ്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് കിടക്കുന്ന ഒരു വേർഡാണ്. എന്നോട് പറഞ്ഞു, സാറെ എപ്പോഴും ഇതിൽ ഓടാൻ ഒരു ഫ്യൂവൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് ഗോപൻ സാർ പറഞ്ഞത് എന്താണ്, ഒരു ഫ്യൂവൽ. അപ്പൊ ഞാൻ എന്ത് ഫ്യൂവലാണ്? സാറേ ഒരു കാർ എടുക്കണം, ആ കാർ കുറച്ച് കഴിഞ്ഞാൽ വേറെ കാർ എടുക്കണം, അത് കഴിഞ്ഞാൽ വേറൊരു വീടെടുക്കണം. നമുക്ക് എപ്പോഴും ഓടണമെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്ത് വേണം? നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം വേണം. ഞാൻ പറയുന്നത്, നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പിൽ കാണുന്ന ആളുകളെ എന്തായിട്ട് കാണാൻ പറ്റും നമുക്ക്? നമ്മുടെ മുമ്പിൽ വരുന്ന ആളെ എന്തായിട്ട് കാണാൻ പറ്റും നമുക്ക്? ഒരു ഡയമണ്ട് ആയിട്ടോ അല്ലെങ്കിൽ അസുഖമില്ലാത്ത ഒരാളായിട്ടോ നമുക്ക് കാണണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നമുക്കറിയാം, പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ, പല ദിശകളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കൊക്കെ എന്തുണ്ട്? ഒരു ലക്ഷ്യമുണ്ട്. ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത്. ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിന് വല്ല പൈസ ചെലവുണ്ടോ നമുക്ക്? ഇന്ന് നിങ്ങൾ ഒരാളായിട്ടാണ് വന്നതെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ അത് കൗണ്ട് കൂട്ടിയെടുത്തിട്ട് ഇവിടേക്ക് വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ എന്തുണ്ട്? ഈ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരിക, അവരുടെ ഏതൊരു സംശയത്തിനും ഉത്തരം കൊടുക്കാൻ ഇവിടെ കരുത്തരായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഏത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഇത് ചെയ്യണ്ട. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാനും ഈ കമ്പനിയുടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് അദ്ദേഹത്തിന് നല്ലൊരു കൈ സമ്മാനിക്കാം.